നീങ്ക യാര്? സാറാന്ന് കേട്ടപ്പോ ഒരു തമിഴ് സുന്ദരിയാണെന്ന് കരുതിയില്ല. അതുക്ക് ഞാൻ അലക്സ്, അലക്സ് മാളേക്കാരൻ. ജോജോ പറഞ്ഞില്ലേ? ഞാൻ സെൽവി, ഇങ്ക സെർവന്റ്. സെർവന്റാ? ഓക്കെ, നോ പ്രോബ്ലം. என்னங்க என்னங்க எழுந்திடுங்க. இத பாரு, யாரோ ഞാൻ അലക്സ് മാളേക്കാരൻ. ഈ 8Bയുടെ കീ വാങ്ങാൻ വന്നതാ. സാറയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സാറയുടെ ഹസ്ബൻഡ് ഇങ്ക അക്കാവുടെ കൂടെ ഫ്ലാറ്റ് ഷെയറിംഗ് മട്ടുണ്ടാ. ഓഹോ, ഫ്ലാറ്റ് ഷെയറിംഗ്. Excuse me? Mr. Alex? സാറാന്ന് കേട്ടപ്പോ ഇത്രയും സിമ്പിൾ ആൻഡ് യങ് ആൻഡ് ബ്യൂട്ടി ആണെന്ന് കരുതിയില്ല. താങ്ക് യു. അപ്പൊ ഇനി ജോജോ വരുന്നവരെ മിസ്റ്റർ അലക്സ് 8Bയിൽ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. ഞാൻ ജോജോയുടെ കസിനാ. ഇവിടെ ഒരു ബിസിനസ് ആവശ്യത്തിനായിട്ട് വന്നതാ. രാജി താമസിച്ചോളാന്ന് ഞാൻ പറഞ്ഞതാ. അവന്റെ ഫ്ലാറ്റ് ഇവിടെ ഉള്ളപ്പോ ഞാൻ രാജി താമസിച്ച അവന് കുറച്ചിലാണ്. എനിക്കും അതെ കേട്ടോ. ഒന്നുകിൽ വീട് അല്ലെങ്കിൽ താജ്, അല്ലെങ്കിൽ ഉറക്കം വരില്ല. കുഞ്ഞുള്ള ശീലങ്ങളാണ്. ഉറക്കം അങ്ങോട്ട് പൂർത്തിയായില്ലല്ലേ? ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ഉറക്കം പൂർത്തിയാക്കാറില്ല. ഞാൻ വരുമ്പോ ഇദ്ദേഹം തലവഴി മൂടി പൊതിച്ച് കിടന്നുറങ്ങുക. ഈ പകൽ സമയത്ത് ആണുങ്ങൾ കിടന്നുറങ്ങുന്നത് വീടിനൊരു ഐശ്വര്യക്കേടാ. അത് ആണുങ്ങളുടെ കാര്യമല്ലേ? അപ്പോ ആണല്ലേ ഈ ഫ്ലാറ്റ് ഷെയറിംഗ് അല്ലേ? അതെ. എന്ത് ചെയ്യുന്നു? ഞാനീ ഒന്നും ചെയ്യുന്നില്ല. വലിയ ഫോട്ടോഗ്രാഫർ ആണോ? ഏത് പത്രത്തിലാ? ടൈംസ് ഓഫ് ഇന്ത്യയിലാണോ? അല്ല, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അങ്ങനൊരു പത്രം ഈ അടുത്ത കാലത്ത് തുടങ്ങിയാണ് ഇവിടെ. എന്നാ കിട്ടും ശമ്പളം? 1,00,000 രൂപ. 1 ലക്ഷം? എന്നടാവേ, ഈ ബോംബെ നേരത്തിൽ 2 ഡിന്നർ കഴിക്കാൻ തികയോ? ജോജോ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ അടുക്കളയുള്ളപ്പം താജി പോയി ഡിന്നർ കഴിക്കരുതെന്ന്. സാർ എന്ത് ചെയ്യുന്നു? ഞാനൊരു കോഫി ഷോപ്പ് നടത്തുക. കോഫി ഷോപ്പ്? സാറാസ് കോഫി ക്ലബ്. സാറാസ് കോഫി ക്ലബ്. വെരി നൈസ്. I really like it. Thank you. ആ കൈങ്ങന്നേ, ആ കൈങ്ങന്നേ, ഇങ്ങ് തന്നേനെ. ഇതിനല്ലേ ഷെയ്ക്കാണ്ട് തരേണ്ടേ? സ്വന്തമായി അധ്വാനിച്ച് കാശുണ്ടാക്കുന്ന സ്ത്രീകളെ ഞാനങ്ങ് ബഹുമാനിച്ചു കളയും. ചിലപ്പോ അങ്ങ് ആദരിച്ചും കളയും. എന്നാണേലും നമ്മ രണ്ടും ഒരേനാ. എന്ന് വെച്ചാൽ എനിക്കും ഹോട്ടൽ ബിസിനസ്സാ. ഞാനിപ്പോ ബോംബെയിൽ വന്ന് തന്നെ ഒരു ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സിന്റെ കാര്യം പ്ലാൻ ചെയ്യാനാ. സാർ അതിലൊരെണ്ണം ഏറ്റെടുത്ത് നടത്തി തരണം. നോ പറയരുത്. സന്തോഷമല്ലോ. സത്യത്തിൽ സാറയുടെ ഈ പ്രസരിപ്പും ചുറുചുറുക്കും മോജസും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഞാൻ വന്നു വിട്ടിരിക്കുന്ന ഒരു സാധാരണക്കാരുടെ അടുത്തല്ല. അങ്ങനെയൊന്നുമില്ല. ഈ വിനയം സൗന്ദര്യം കൂട്ടും. സിനിമയിൽ അഭിനയിച്ചോളൂ. മണിരത്നം വിളിച്ചതായിരുന്നു. വയറ്റിളക്കം കാരണം അവർക്ക് പോകാൻ പറ്റിയില്ല. ആണോ? Fate, God is so cruel. Better luck next time. അപ്പൊ ഒരു നല്ല അയൽക്കാരനായി 30 ദിവസം ഞാനവിടെ ഉണ്ടാവും. നമുക്കിടയ്ക്കിടയ്ക്ക് കണ്ടോണ്ടിരിക്കാം. സാറാ, സാറാ കാത്തലിക് ആണോ? അതെ. കൊഞ്ചം ഓവറാ പേസറ. ഒരു ഓവറും ഇല്ല. സ്ത്രീകളെ ബഹുമാനിക്കുന്നവര് ജീവിതത്തിൽ ഇങ്ങനെ ഉയർന്നുയർന്നു പോകും. ഉയർന്നുയർന്നവന്റെ ഉച്ചയിടിക്കായിരുന്ന കൊള്ളാം.